ഈ അമ്പലം എന്ന് വെച്ചാൽ കുരുത്തോല കൊണ്ട് പണിയിച്ചാണ് അന്ന് വെട്ടിപ്പണി നമ്മൾ 2 ദിവസം ഇന്നും നാളെയും അന്ന് വെട്ടിപ്പണിയുന്ന അമ്പലത്തിലാണ് ദേവി ഇരിക്കുന്നത്. ഇന്നത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ ചെറക്കരക്കാരും പുതുക്കാട്ടുകരക്കാരും രാവിലെ ഇവിടുത്തെ ഉരുളിച്ച് കഴിഞ്ഞ ഉടനെ കളത്തട്ടേ വരും. കളത്തട്ടേ വന്നിരുന്ന് ഞങ്ങൾക്കെല്ലാം ദക്ഷിണയൊക്കെ തന്ന് അതിനകത്ത് വേണ്ടുന്നവർക്കെല്ലാം കാക്കാത്തിമാരുണ്ട്, ഉള്ളുവനുണ്ട്, ഇവർക്കെല്ലാം ദക്ഷിണ കൊടുത്തതിന് ശേഷം വെടിവെക്കണം. പിന്നീട് എല്ലാ കരക്കാരും ഞങ്ങൾ കണക്ക് വെച്ച് കൊടുക്കുന്നതിനെ അത് വെട്ടാൻ പ്രത്യേകം അതിൻ്റേതായ അറിവുള്ളവർ വേണം, അവരെക്കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ ഓരോന്നോരോന്ന് കെട്ടിയാണ് ആ വൈകുന്നേരം ആകുമ്പോൾ ഒരു 3 മണിക്ക് പടിയെല്ലാം തീരും. അവിടെ പോയി കുരിച്ചെല്ലാം ഇട്ട് കരക്കാർ വന്ന് അവർ ദക്ഷിണയൊക്കെ തന്നാണ് കുട്ടിയെടുത്തുകൊണ്ട് വെക്കുന്നത്. ഇതിനകത്താണ് ദേവി ഇരിക്കുന്നത് വന്ന് കുടികൊള്ളുന്നത് 2 ദിവസം. ഇന്നത്തെ അവകാശികളെന്ന് പറഞ്ഞാൽ ചവറക്കാർ മൂപ്പർ സമുദായത്തിലുള്ളവരാണ്, കണ്ടാർ സമുദായത്തിലുള്ള. അതിൻ്റെ ഈ ശിവൻ്റെ കണക്കനെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലായോ. നാളെയുണ്ട് നാളെ ഇതുപോലെ കുളങ്ങരപ്പാകം കോട്ടച്ചാകം കരക്കാരുടെ വകയാട്ടാണ് ശ്രീകോവിൽ ഇതുണ്ടാക്കുന്നത്. അതിനകത്ത് ദേവി ഇരുത്തുന്നതിന് അടയ്ക്കാമരം മണ്ണിൽ തൊടാതെ കെട്ടി വണ്ടി മുറിച്ചിരുന്നതിന് കയറെല്ലാം കെട്ടി പിടിച്ചിട്ട് താഴെ ഓല ഇട്ട് കൊടുക്കും മണ്ണിൽ തൊടാതെ. ആ മണ്ണിൽ തൊടാതെ മുറിച്ചെങ്കിലേ വെച്ച് വെച്ചെങ്കിലേ ഇതിനുള്ള പ്രാധാന്യം നമുക്കുണ്ടാകും. ഓല, വാഴപ്പോള, പഴുകവള്ളി, കയറൊന്നുമില്ല, ആളിയില്ല, ആശാരിപ്പടിയൊന്നുമില്ല. എല്ലാം കൈകൊണ്ട് കയറ കെട്ടി വെട്ടി ശരിയാക്കുന്ന ഉളിയും കുട്ടൂടും ഇല്ല. അങ്ങനെ എല്ലാം കത്താളും വാഴവള്ളിയുടെയും ഓല, പിന്നെ ഈ വാഴയുടെ പോള ഒക്കെ തന്നെ സംഭവം വെച്ചാണ് ഇതുണ്ടാക്കുന്നത്. അതായത് ഒപ്പത്തോണ് ആണിയില്ല, മുടിയില്ല, കെട്ടില്ല, ഒരു ഒന്നുമില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്ന പണിയാണ്. ഈ വൈകുന്നേരത്ത് 3 മണിയാകുമ്പോൾ കരക്കാർ വന്ന് പൊക്കാൻ പറയും. അപ്പോൾ ദക്ഷിണ തന്ന് എടുത്തോണ്ട് വെക്കും. ഇതുകൊണ്ട് നാളെയുണ്ട്. കുരുത്തോലപ്പന്തലം ഉണ്ടാക്കുന്നതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ദേവി കൊറ്റങ്ങളെ ഭഗവതി വീരഭട്ടാരി അമ്മയാണ്. അമ്മ സ്വയംഭൂവാണ്. അപ്പോൾ അമ്മയ്ക്ക് ഈ അമ്പലം ഉത്സവങ്ങൾ അന്ന് ഉണ്ടാക്കിയ ഈ കൊച്ചു കുട്ടികളാണ്, പൊടിക്കൊച്ചുങ്ങൾ. അങ്ങനെ കളിക്കാൻ ഇതുപോലുള്ള അമ്പലം അന്നുണ്ടാക്കി. എന്നിട്ട് അവർ തന്നെ വെളിച്ചപ്പാടും എഴുന്നള്ളതൊക്കെ ആയി. അങ്ങനെ ആ പാരമ്പര്യം വെച്ച് ആണ് ഇപ്പോഴും നടക്കുന്നത്. ആണുങ്ങൾ പെൺവേഷം കെട്ടി വിളക്കെടുക്കുന്ന പറഞ്ഞാൽ അന്ന് ആ പിള്ളേർ വെള്ളയ്ക്ക ആദ്യമേ അവർ തേങ്ങ കിട്ടുന്നു. ആ തേങ്ങ കൊണ്ടുവന്ന് കല്ലിൽ പൊതിക്കുന്നു. പൊതിച്ച് വെച്ച് ഒരു ദിവസം അതിൽ നിന്ന് ബ്ലഡ് ചോര വരുന്നു. ചോര വന്നപ്പോൾ പിള്ളേർ പേടിച്ച് അപ്പോൾ ആ തേങ്ങ അതുകൊണ്ടാണ് ഈ കൊറ്റ ഉണ്ടാക്കുന്നത്. അങ്ങനെ കൊറ്റം കുളങ്ങരയായത്. അതിൻ്റെ വെളിച്ചെണ്ണ എടുത്ത് വിളക്ക് കത്തിക്കും. എന്നിട്ട് ഈ ചിരണ്ടിയ തേങ്ങ ഇതുണ്ടല്ലോ ചിരട്ട അതെടുത്ത് വിളക്കച്ച് കെട്ടി വിളക്കെടുപ്പ്. അതാണ് വിളക്കെടുപ്പിൻ്റെ ഐതിഹ്യം. ഇതെന്ന് വെച്ചാൽ അന്ന് അമ്മയ്ക്ക് വേണ്ടി അന്ന് ആ പിള്ളേർ വെള്ളയ്ക്ക കൊണ്ട് കുതിര കെട്ടുമായിരുന്നു. ഇപ്പോഴ് ഈ അമ്പലം എന്ന് വെച്ചാൽ കുരുത്തോല കൊണ്ട് പണിയിച്ചാണ് അന്ന് വെട്ടിപ്പണി നമ്മൾ 2 ദിവസം ഇന്നും നാളെയും അന്ന് വെട്ടിപ്പണിയുന്ന അമ്പലത്തിലാണ് ദേവി ഇരിക്കുന്നത്. മനസ്സിലായോ. നാളെയുണ്ട് നാളെ ഇതുപോലെ കുളങ്ങരപ്പാകം കോട്ടച്ചാകം കരക്കാരുടെ വകയാട്ടാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം അന്ന് വെട്ടിപ്പണിയുന്ന അമ്പലത്തിലെ ഇരുത്തി ദേവി ഇരുത്തത്തുള്ളൂ.